കളങ്കാവൽ 9-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ശനിയാഴ്ചയും മിന്നുന്ന പ്രകടനമായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുക. എന്തായാലും നമുക്ക് തിയേറ്ററിലെ തിരക്ക് ഒന്ന് കാണാം. ഇവിടെ നമുക്ക് മോർണിംഗിൽ തന്നെ കാണാൻ കഴിയുന്നത് ഏറെക്കുറെ ഒരു 70-75% ഫുള്ള് ആകുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, കളങ്കാവൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫാമിലിയും ഒട്ടുമിക്ക പ്രേക്ഷകർക്കും ഇതൊരു അതിഗംഭീര സംഭവമാണ്, അല്ലെങ്കിൽ അതിഗംഭീര സിനിമയാണ്. ചിലർക്ക് ഇത് ഒരു സാധാരണ സംഭവമെന്ന് തന്നെ പറയാം. പക്ഷേ ഒരാൾക്കും ഒരു മോശം സിനിമയെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഹേറ്റേഴ്സ് പോലും, അതേപോലെ തന്നെ ഡീഗ്രേഡേഴ്സിന് പോലും അത് പറയാൻ കഴിയുന്നില്ല. അവരുടെ വായിൽ നിന്ന് വരാൻ കഴിയുന്നത് ഒറ്റ കാര്യമാണ്, ഒരു ആവറേജ് മൂവി എന്നുള്ളത്. പക്ഷേ മമ്മൂട്ടിയുടെ പെർഫോമൻസ് അതിഗംഭീരം. ഏത് ഹേറ്ററും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. ഇന്ന് തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. രാവിലെ തന്നെ 53 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ പ്രീസെയിലായി വന്നിരിക്കുന്നത്. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുകയാണ്. നിറഞ്ഞ് കവിയുന്ന തിയേറ്ററുകൾ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാം, എത്ര കോടി കിട്ടിയാലും എത്ര കോടി നേടിയാലും മമ്മൂട്ടി ചെയ്യുന്ന പോലെയുള്ള ഈ ഒരു പെർഫോമൻസ് വേറെ ഒരു നടനും ചെയ്യാൻ കഴിയില്ല. എന്തിന്, മമ്മൂട്ടിക്ക് പോലും ഇതിന് മുന്നേയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കരിയറിലെ ഏറ്റവും മികച്ച സിനിമയുമായി മമ്മൂട്ടി നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇനിയുമുണ്ട് മമ്മൂട്ടിയിൽ നിന്ന് ഏറെ നാളുകൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട്. അദ്ദേഹത്തിൽ നിന്ന് ഇതിൻ്റെ മുകളിലേക്കുള്ള അതിഗംഭീര സിനിമകൾ വരാനിരിക്കുന്നു. എന്തായാലും ഓരോ മലയാളിക്കും അഭിമാനിക്കാം. വേറെയൊന്നുമല്ല, ലോകമെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തും മുഴുവനായി ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂട്ടി എന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചാണ്. ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയുടെ ക്യാരക്ടർ, അതേപോലെ തന്നെ അതിൻ്റെ സെലക്ഷൻ എല്ലാം ചർച്ചയാവുകയാണ്. എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നു, നല്ല ലെവലിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ഡേയിലും സ്റ്റഡി കളക്ഷനോടെ പോകുന്നു. ഇതിനോടകം 62 കോടി കടന്നിരുന്നു 7 ദിവസങ്ങൾ കൊണ്ട്. 8-ാം ദിനം കൊണ്ട് സിനിമ 66 കോടിയിലേക്ക് എത്തുമെന്നും 9-ാം ദിവസം കൊണ്ട് 70 കോടി കടക്കുമെന്നുള്ളതും 71 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച 5 കോടിയെങ്കിലും വരും, 76 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതൊക്കെ തന്നെയാണ് ഇന്ന് മുഴുവൻ ട്രാക്കേഴ്സിൽ നിന്നും വരുന്ന ഒരു കാര്യമെന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ എങ്ങനെയാണ് തിരക്ക്? നിങ്ങൾ സിനിമയ്ക്ക് ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.